എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 58-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. പാരുകളിലേഴിനും കാതലായി പ്രശോഭിക്കും പാരിടേശ്വര സ്വാമി അയ്യപ്പ ഭഗവാനെ. പാരിലെപ്പോഴും ധർമ്മം ജയിപ്പാൻ കനിയേണമേ. പാരാതൻ പാപൗഖങ്ങൾ ദൂരവേ ആക്കിയിടേണേ. പാരം ആനന്ദാമൃതരൂപന്റെ വിലാസത്താൽ പാരിതിൽ പേരുറ്റതാം പന്തളമഹീങ്കൽ ജീവിതം ലഭിച്ചിടും ഭാഗ്യശാലികൾ തൻ്റെ പാദലാളനം കൂടി സാധിക്കൽ മഹാഭാഗ്യം. ഭൂതനാഥനും നമ്മിൽ കാരുണ്യമേറിയിടുവാൻ പാരമെന്നിത് നന്നായി വന്നിടുമെന്നോതിരാം. പാരുകൾ പാലിക്കുവാൻ പാലാഴിയിങ്കൽ വാസം പാരാതെ ചെയ്യും ദൈവം ശ്രീ മഹാനാരായണൻ. മാതാവായി ചമഞ്ഞൊരു ദേവന്റെ ചരിതങ്ങൾ ഗീതമായി ചൊല്ലിയിടുവാനിച്ഛിക്കുന്നടിയനിൽ ഭാഗ്യവാരിധി ദേവൻ ഭാഗ്യദായകമാവും ഭാഗ്യമാം ശ്രേഷ്ഠോക്തികൾ ഭൂപനോടരുൾ ചെയ്തവ ആക്കമോടുരയ്ക്കുവാൻ കനിവിന്നേകിടുവാൻ താരക ബ്രഹ്മപാദ പത്മങ്ങൾ വണങ്ങുന്നേൻ. സകല ചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത, സകല ലോകങ്ങൾ തന്നാധാരമാവുന്ന ശാസ്ത, സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത, സകല അഭയങ്ങളെയും ഏകിടുമെൻ്റെ ശാസ്ത, സകല ഭൂതങ്ങൾക്കേശും സർവ്വദുഃഖങ്ങളെയും ത്വരിതമകല നീക്കാൻ സ്വാമി തൃപ്പദം കുമ്പിടുന്നേൻ. പാരുകൾക്കീശൻ മമ ശ്രീഭൂതനാഥൻ ദേവൻ രാജശേഖരൻ തൻ്റെ ആകുലം സർവം പോക്കാൻ പാരുകൾ പൊരുളാകും വേദവേദാന്തം സർവം പാരമാനന്ദത്തോടെ അരുളിത്തുടങ്ങിനാൻ. കേൾക്കുവൻ മഹീപാല പശിയെ കെടുത്തുവാൻ ആർക്കുമങ്ങൊരു നാളും അന്നമെന്നിയേയാക. ഓർക്കുകിലിതേപോലെയാവുന്നു ജന്മൗഖങ്ങൾ തീർക്കുവാൻ കർമ്മൗഖങ്ങൾ തീർക്കണം മനുജന്മാർ. കർമ്മനാശം അങ്ങൻപോടണയും നേരത്തിങ്കിൽ ജന്മദുഃഖങ്ങൾ കന്ത്യം കൈവരും സുനിശ്ചയം. യോഗി വര്യരാം ഋഷിപുങ്കവർ വൈരാഗ്യങ്ങൾ പ്രാപ്യരാകുവാൻ വേണ്ടി കാനനേ തപസ്സുകൾ യോഗ്യമാനുഷ്ഠിക്കുകയും കാര്യങ്ങൾ ഭുവി ജാതർ യോഗ്യമായി എറിഞ്ഞിടിൽ ശ്രേഷ്ഠരായി വരും നൂനം. ആക്കമോടവർ തപശ്ചര്യയിൽ രമിക്കുമ്പോൾ പ്രാപ്യമായി വരും അവർ കച്യുത ലോകങ്ങളും. ജന്മഹീനത്വം ഭവാൻ ഏറെയായി ഇച്ഛിക്കയാൽ നിർമ്മലാ ഭവാൻ കേൾക്ക ജന്മങ്ങൾ പോക്കാൻ പൊരുൾ. ജന്മവും കർമ്മങ്ങളും കുളമിൽ മാധുര്യം പോൽ ചെമ്മേ ഒന്നായിട്ടെന്നും ലസിച്ചിടും അതുമൂലം. നിർമ്മല ബ്രഹ്മത്തിങ്കൽ ചിത്തമങ്ങെത്തിച്ചേർന്നാൽ ജന്മികൾ ജന്മം വിനാ സുഖിച്ചു വസിക്കുമേ. മാധുര്യം വേറാകുമ്പോൾ ഗുണമൊന്നുണ്ടാവുമോ? അതുപോൽ ചിത്തം നിത്യബ്രഹ്മത്തിലൊട്ടിയിടുമ്പോൾ കർമ്മങ്ങൾ ഒടുങ്ങിയിടും ജന്മവും തീർന്നിടുമേ. നിർമ്മല ബ്രഹ്മമേകം നിത്യനെന്നോർക്കേണമേ. സൂതിവാദത്താൽ യോനിരന്ധ്രത്തിൽ വരുന്നോരു ജീവന്മാരേൽക്കുന്നോ ഒന്നോർക്കുകിൽ മഹാകഷ്ടം. ഇങ്ങനെ അനേകമാം ജന്മങ്ങളേറിയിടുമ്പോൾ തിങ്ങിയിടും പാപങ്ങളാൽ നിത്യമാം നരകങ്ങൾ. തങ്ങാതെ നരന്മാരിലണയും ഹേതുക്കളോ കർമ്മജാലങ്ങൾ തന്നെ എന്നത് ചൊല്ലിയിടുന്നേൻ. സത്യവിത്തിനെ സദാ ഉള്ളത്തിലിരുത്തിയും സത്യപാലനം ചെയ്യുവാൻ ഉള്ളത്തെ നയിക്കുകയും അന്യരെ തന്നെ പോലെ സേവിച്ച് വസിക്കുകയും അന്യർക്ക് ദുഃഖങ്ങളെ കീഴാതിരിക്കുകയും അറ്റമില്ലാതുമുള്ള ഉത്സാഹഭാവങ്ങളാൽ നിത്യവും അധ്വാനത്താൽ അന്നത്തെ വരിക്കുകയും ചെയ്തുമേവുന്ന കർമ്മങ്ങൾ ധർമ്മങ്ങൾ നിരവധി ചെയ്തിലാ മറിച്ചാലും കർമ്മങ്ങൾ ഒരിക്കലും ധർമ്മകർമ്മങ്ങൾ മൂലം ബ്രഹ്മണി ചിത്തം ചേരും. ധർമ്മകർമ്മങ്ങൾ തന്നെ നിഷ്കാമകർമ്മങ്ങളും നിഷ്കാമകർമ്മങ്ങളാൽ എത്തിടാം മമലോകം. പിൽക്കാലമുണ്ടാവില്ല ദുഃഖമാൻ ജന്മങ്ങളും. ഇങ്ങനെ ജന്മം വേറെയാകുവാൻ പൊരുളുകൾ മന്നവൻ ശ്രമിച്ചപ്പോൾ പിന്നെയും ചോദ്യം ചെയ്താൻ മൂന്ന് പാരിന് മൂന്നാം ദൈവമേ മമദേവ പാരമായി എന്നിൽ കൃപ തൂകിയിട്ടരുളി ചെയ്യണമേ. ബ്രഹ്മലക്ഷണങ്ങളും ചിത്തത്തെ ബ്രഹ്മന്തനിൽ സന്നിവേശിപ്പാനുള്ളതാ മാർഗങ്ങളും ഭക്തിമാർഗങ്ങൾ പിന്നെ മുക്തിമാർഗങ്ങളെല്ലാം ഭക്തവത്സല ഭവാൻ ചൊല്ലേണമേ. ചിതാത്മനെ ഭക്തവത്സല ദേവാദൈവമേ ദയാനിധേ ഭവത്ഭക്തി എന്നുള്ള തിങ്കൽ സന്തതം തോന്നേണമേ. ഭക്തവത്സലൻ നാഥൻ കലിയുഗ വരപ്രദൻ ഭക്തനാം പിതാവിൻ്റെ ഭാഷിതം ശ്രവിച്ചപ്പോൾ മുക്തിഹേതുകങ്ങളാം വേദവാക്യങ്ങൾ ചൊല്ലി ഭക്തനെ മോദിപ്പിപ്പാൻ മാനസം ചിന്തിച്ചുടൻ മാനവ ദുരിതാർണവം തരണം ചെയ്തിടുവാൻ മാനമേറിയിടും തത്വസാരങ്ങൾ അരുളിനാൻ. മത്ഭക്ത മമതാത മാനസം കൊതിക്കൽ സത്താകം ബ്രഹ്മത്തിൻ്റെ രൂപങ്ങൾ കേട്ടാലുമേ. ചിത്രൂപം ചിദാനന്ദം നിർഗുണം സ്വയം ജ്യോതി അച്യുതാത്മാനമെങ്ങും വിളങ്ങിയിടും.
ചിത്കനാഹാരം പൂണ്ടി യാതൊന്നുണ്ടെങ്കിൽ നിശ്ചയം പരബ്രഹ്മമെന്നുടൻ നനയ്ക്കണം. ആദ്യന്തവിഹീനമാം പ്രദായകമാം ചോദ്യമില്ലാതായ്മയും വേദ്യഹീനമാം ഭാവം നിർഗുണാകാരത്തോടും ചിത്കന സ്വരൂപമായി കാലദേശാഭിധി ഭേദഭാവങ്ങളേശാത്തതായി അവ്യയ സ്വരൂപമായുള്ള ഭാവങ്ങൾ തന്നെ നവ്യമായി പ്രകാശിക്കും ബ്രഹ്മമോത്സമാം പൊരുൾ. ഭാവരൂപാധീരസഭാവങ്ങൾ തീണ്ടാതുള്ള രൂപഹീനമാം പരബ്രഹ്മത്തെ അല്ലാതൊന്നും ഏതുമേ ഒരിടത്തും കണ്ടുകിട്ടുകയല്ല. ഈ വിധം പരബ്രഹ്മമായി സകലങ്ങൾ ലോകങ്ങളെല്ലാത്തിലും കാൺമതെന്നാലും നമ്മൾ ഭേദഭാവങ്ങൾ മൂലം നീയതും ഞാനെന്നതും വേറെയായി കണ്ടിടുന്നു നാനാത്വപ്രകാരമായി. കാരണം വിചാരിക്കിൽ മായൻ തന്നെ ആയതിൻ കാര്യം ചൊൽകിൽ മായയാൽ ബ്രഹ്മത്തിനെ ചാലവേ മറയ്ക്കുന്നു ധൂമമഗ്നിയെപ്പോലെ. ആയവതിനച്ചിടാനായിതാ ചൊല്ലാൻ നല്ല ആശയം സ്ഫുരിച്ചിടും തങ്കത്തിൻ്റെ ഉപമയാൽ കങ്കണം മണി വളകിങ്കിണി ഇവയെല്ലാം തങ്കത്താൽ തീർത്തിടുമ്പോൾ വെവ്വേറെ നാമങ്ങളും. കങ്കണം ഉരച്ചാലും കിങ്കിണി മുറിച്ചാലും തങ്കമല്ലാതായി മറ്റു കാൺമതോ മഹീപതേ പൊൻവള മണിതല കിങ്കിണി ഇവയ്ക്കെല്ലാം തങ്കമെന്നാലും നാമഭേദങ്ങൾ വേറെ ചൊല്ലും. തങ്കമല്ലാതായി ഒന്നും ആഭരണമതുകളിൽ അങ്കുരിപ്പതിനായിട്ടില്ല എന്നങ്ങിരിക്കലും തങ്കമെന്നുരയ്ക്കാമോ കങ്കണമണികളെ. ശങ്ക വിട്ടുരയ്ക്കില്ലേ വെവ്വേറെ നാമങ്ങളാൽ നാമരൂപാധി ഭേദഭാവങ്ങൾ പലതെങ്കിലും കാമിതാസ്പദം പണി ചെയ്തതാം ആഭരണങ്ങളിൽ കാൺമതോ ഒരേ വസ്തു തങ്കമെന്നത് തന്നെ. കാൺമോ നാം ലോകങ്ങളിൽ ബ്രഹ്മവും അതേപോലെ മേദിനീനാഥം പരാൽപരമവ്യയമെന്നാകിലും ഭേദഭാവത്താൽ വേദം നിർഗുണ ബ്രഹ്മത്തിനെ ഭിന്നമാ നാമങ്ങളാൽ ചൊല്ലുന്നത് മൂലം നമ്മൾ വേറെ വേറെയായി ഏറെ രൂപങ്ങൾ കണ്ടിടുന്നു. മേദിനീപതേ വെവ്വേറെ രൂപങ്ങൾ പേറി ഭേദഹീനമാം ഒരേ ബ്രഹ്മത്തെ അല്ലാതൊന്നും പാരിങ്കൽ എല്ലാത്തിനും ശ്രദ്ധയാ തിരഞ്ഞാലും വേറെയായി ഒരു വസ്തു കണ്ടിടാ ഒരിക്കലും. അങ്ങിലും ഇക്കാണുന്ന മറ്റുള്ള വസ്തുക്കൾക്ക് അങ്ങുള്ളിലും പുറത്തുമായി ഇങ്ങനെ പരബ്രഹ്മം തിങ്ങിയല്ലാതായി ഒന്നുമില്ലേ എന്നിരിക്കലും മങ്ങുന്നു ബ്രഹ്മം മായാകവചം ധരിക്കിയാൽ. മന്നവാ കടക്കേണം മായാജാലത്തിൽ നിന്നും മന്നിങ്കൽ പിറന്നവരെന്നല്ലോ ബുധമതം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.